എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മധുവിനെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മോബ് ലിഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തോ ചെറിയ രീതിയിലൊരു മോഷണം നടത്തിയതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ അടിച്ചു കൊന്ന പാവം മധുവിനെ അറിയാത്തവർ ഒരു മലയാളിയുമില്ല. എല്ലാ മൃഗങ്ങളും അവർക്ക് വിശക്കുമ്പോൾ മാത്രമാണ് മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കാറുള്ളത്. ഇത് നിസ്സാരമായൊരു കാര്യത്തിൻ്റെ പേരിൽ സ്വന്തം സഹോദരനെ തല്ലി കൊന്നതിന് ശേഷം ഒരു സെൽഫിയൊക്കെ എടുത്ത് സന്തോഷിക്കുന്ന ചിത്രവും നമ്മൾ കണ്ടിരുന്നു. ഇവർക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ എന്നതൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. മധുവിന് നീതി കിട്ടിയോ എന്നും എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, മധുവിൻ്റെ പെങ്ങളുകുട്ടിക്ക് ഒരു ജോലി സർക്കാർ കൊടുത്തു. ഇപ്പോൾ ഇതാ പോലീസായിട്ടാണ് മധുവിൻ്റെ പെങ്ങൾ ജോലി ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും മധുവിന് കിട്ടിയ നീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ തന്നെയും അത്രയെങ്കിലും ചെയ്തതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ ഒരു പോലീസുകാരിയായി മധുവിൻ്റെ പെങ്ങൾ നിൽക്കുന്ന ചിത്രം കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഏതെങ്കിലും രീതിയിൽ മധുവിന് നീതി ലഭിച്ചോ എന്നുള്ളതാണ്. മധുവിനെ ദ്രോഹിച്ച ആളുകൾക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് ലഭിച്ചത് എന്ന് എനിക്കിപ്പോൾ അറിയുന്നില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഈ കുട്ടി പോലീസ് വേഷത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഈ ക്രൂരരായ മനുഷ്യർ, നമ്മൾ ഒരുപാട് വളർന്നു എന്ന് പറയുന്നു, നമ്മൾ സാംസ്കാരികമായിട്ട് ഉയർന്നവരാണെന്ന് പറയുന്നു, നമ്മൾ 100% ലിറ്ററസി ഉള്ള ഒരു നാടാണെന്ന് പറയുന്നു. പക്ഷേ അവിടെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ഒരു രീതിയിലും സന്തോഷിക്കാൻ കഴിയാത്തത്. ആളുകളെല്ലാവരും കൂടി തല്ലിച്ചതച്ച് ഈ മധുവിനെ കൊന്നതോടുകൂടിയാണ് കേരളത്തിന് കഷ്ടകാലം തുടങ്ങിയതെന്നാണ് നമ്മൾ പലരും വിശ്വസിക്കുന്നത്. മാത്രമല്ല വെള്ളപ്പൊക്കവും അതേപോലെ തന്നെ മണ്ണിടിച്ചിലും എല്ലാം കൊണ്ടും നമ്മുടെ നാട് വലിയ ദുരിതങ്ങളിലൂടെയാണ് പിന്നീട് ഓരോ ദിവസങ്ങളിലും കടന്നുപോയത്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ ഒരു രീതിയിലും വേദനിപ്പിക്കാതിരിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്.